എനിക്ക് ഇവിടെ മാത്രമാണ് കുറയേണ്ടത്. എന്താ ചെയ്യാ? ഈ ഒരു ഏരിയ മാത്രം കുറയും, വേറെ എവിടെയും കുറയണ്ട. ഓക്കെ. കുറക്കാൻ വേണ്ടിയിട്ട് മാത്രം ജിമ്മിൽ വരുന്ന ഒരുപാട് സ്ത്രീകളാണ് ഇന്ന് നമുക്ക് കാണാൻ പറ്റും. അവരുടെ മെയിൻ ഗോൾ എന്ന് വെച്ചാൽ ഈ ഒരു ഏരിയ വയറ് മാത്രം കുറയലാണ്. ചിലവർ വന്നിട്ട് പറയും എനിക്ക് ഈ ഒരു ഏരിയ മാത്രം കുറഞ്ഞാൽ മതി, വേറെ എവിടെയും കുറയണ്ട. ഒട്ടുമിക്ക എല്ലാവരെയും ധാരണ വെയിറ്റ് കുറയണ്ട, വയറ് മാത്രം കുറഞ്ഞാൽ മതി. പക്ഷെ ആ ഒരു തെറ്റായ ഒരു ധാരണയാണ്. നമ്മൾ എന്ത് വർക്കൗട്ട് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഒരു ഫുൾ ബോഡി ഫാറ്റ് ലോസ് അല്ലെ ഫുൾ ബോഡി വെയിറ്റ് ലോസ് ആണ് നമുക്ക് ഉണ്ടാവുന്നത്. പക്ഷേ വയറ് മാത്രം ഡെയിലി വർക്കൗട്ട് ചെയ്തിട്ട് വയറ് കുറയുന്നില്ല, മിഥ്യായ ധാരണയാണ് ഒട്ടുമിക്ക സ്ത്രീകളിലും എന്നുള്ളത്. ഒട്ടുമിക്ക സ്ത്രീകളിലും വെയിറ്റ് കുറയേണ്ട, വയറ് മാത്രം കുറയണം എന്ന് പറഞ്ഞു വരുന്നവരായിരിക്കും. അങ്ങനെയുള്ളവര് നിങ്ങൾ മെയിനായിട്ട് ചെയ്യേണ്ടത് ആപ്സ് സ്ട്രെങ്തനിങ് ആണ്. ആപ്സ് സ്ട്രെങ്തനിങ് ആവുന്ന 2-3 എക്സസൈസ് വർക്കൗട്ടിന്റെ കൂടെ ആഡ് ചെയ്ത് ചെയ്യുന്നതായിരിക്കും നല്ലത്. എസ്പെഷ്യലി ഇങ്ങനെ കമന്റുമായിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ചോദ്യമായിട്ട് വരുന്ന സ്ത്രീകൾ പലരും ഡെലിവറി കഴിഞ്ഞവരായിരിക്കും. നമുക്ക് പ്രഗ്നൻസി ടൈമിൽ ഒരുപാട് വെയിറ്റ് ഗെയിൻ ചെയ്യും. അപ്പോൾ ആ ആപ്സിലുള്ള മസിൽസിന്റെ ഇടയിൽ ഒരു ഗ്യാപ്പ് വരും. സ്ത്രീകളുടെ കാര്യമാണ് ഞാൻ മെയിൻ ആയിട്ട് പറയുന്നത്. ആ മസിൽസ് പിന്നെ ലൂസ് ആവും. മസിൽസ് ലൂസ് ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിനെ ഒരു വീക്കായ ഒരു മസിലായിട്ടാണ് മാറുന്നത്. ആ വീക്കായിട്ടുള്ള മസിൽസിനെ നമ്മൾ സ്ട്രെങ്തനിങ് ആക്കുകയാണ് ചെയ്യേണ്ടത്. അതിന് 2-3 ആപ്സിന്റെ വർക്കൗട്ടുകൾ നിങ്ങൾ ഡെയിലി ചെയ്യണമെന്ന് ഞാൻ പറയത്തില്ല. നിങ്ങളുടെ വർക്കൗട്ടിൽ വീക്കിൽ 1-2 പ്രാവശ്യം ആഡ് ചെയ്തിട്ട് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. ആപ്സിന്റെ മസിൽസ് വീക്ക് ആവുന്ന സമയത്ത് നമ്മൾ അത് സ്ട്രെങ്തനിങ് ആക്കാനാണ് ശ്രമിക്കേണ്ടത്. ഡെയിലി ആപ്സിന്റെ വർക്കൗട്ട് കളിച്ചു കഴിഞ്ഞാൽ ആപ്സിലെ ഫാറ്റ് കുറയുന്ന ഒരിക്കലും ഇല്ല. നമ്മൾ 1-2 സെലക്റ്റീവ് ആയിട്ടുള്ള വർക്കൗട്ടുകൾ ചെയ്തിട്ട് കോർ സ്ട്രെങ്തനിങ് മീൻസ് ആപ്പ് സ്ട്രെങ്തനിങ് ആക്കി കൊണ്ടുവരിക ചെയ്യേണ്ടത്. അല്ലാതെ ജിമ്മിൽ പോയിട്ട് വെയിറ്റ് കുറയണ്ട, വയറ് കുറഞ്ഞാൽ മതി എന്നുള്ള പോളിസി ഇവിടെ നടക്കില്ല. ഓക്കെ, ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഞാൻ ലാസ്റ്റ് അപ്ലോഡ് ചെയ്ത വീഡിയോയിൽ പറഞ്ഞായിരുന്നു ആപ്സിന്റെ വർക്കൗട്ട് ഡെയിലി ചെയ്യേണ്ട. ചിലവര് ജിമ്മിൽ ഡെയിലി ആപ്സിന്റെ വർക്കൗട്ട് ചെയ്യുന്നുണ്ടാവും, വയറ് അപ്പഴങ്ങ് കുറയുന്നുള്ള ധാരണയിൽ നമ്മൾ വീക്കിൽ 2-3 പ്രാവശ്യം കുറച്ച് സെലക്റ്റീവ് ആയിട്ടുള്ള ആപ്സിന്റെ വർക്കൗട്ടുകൾ ചെയ്താൽ മതി ഞാൻ ഇന്നലെ ലാസ്റ്റ് അപ്ലോഡ് ചെയ്ത വീഡിയോയിൽ പറഞ്ഞായിരുന്നു. അപ്പോൾ എല്ലാവരും ചോദിച്ചായിരുന്നു എന്തൊക്കെ ആണ് വർക്കൗട്ട്. അപ്പൊ ഞാൻ 2-3 ആപ്സിന്റെ കോർ സ്ട്രെങ്തനിങ് ആക്കുന്ന 2-3 വർക്കൗട്ടുകൾ ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങൾ ചെയ്യുന്ന സമയത്ത് റെസ്റ്റ് എടുത്തിട്ട് ചെയ്യണം. ഓക്കെ, ബാ. നിങ്ങൾ ഞാൻ ഈ കാണിക്കുന്ന വർക്കൗട്ടുകൾ 20-4 സെറ്റ് വെച്ചിട്ട് ചെയ്യണം. കോർ സ്ട്രെങ്തനിങ് ആക്കാനാണ്. ചെയ്യുന്ന സമയത്ത് പരമാവധി ഈ ഒരു പോർഷൻ ഉണ്ടല്ലോ, നമ്മൾ ഈ കോർ എന്ന് പറയുന്ന ഏരിയ നന്നായിട്ട് ഉള്ളിലേക്ക് ടൈറ്റ് ആക്കി പിടിക്കണം. ഫസ്റ്റ് വൺ, ഇതുപോലെ ഈ ഒരു പോസ്റ്റിൽ കിടക്കുക, കോർ നന്നായിട്ട് ടൈറ്റ് ആക്കി വെക്കുക. എന്നിട്ട് ഒരു കാല് 1 2 3 4 5 6 തന്നെ 1 2 3 4 5 6 ഒരു പോസ്റ്റിൽ തന്നെ കിടന്നിട്ട് ഇത്രത്തോളം പൊക്കുക. ഓക്കെ, സ്റ്റാർട്ട്. 1 2 3 4 5 6 പോസ്റ്റർ തന്നെ നിന്നിട്ട് കോറ് ടൈറ്റ് ആക്കി വെക്കണം. ഓക്കെ, കാല് സ്ലോയില് ഓരോന്ന് വെച്ചിട്ട് കൊടുക്കുക. 1 2 3 4 5 6 7 8 9 10 ഗ്ലൂട്ട് കോറ് പരമാവധി ടൈറ്റ് ആക്കി വെക്കണം. ഓക്കെ, 1 2 3 4 5 6 7 8 9 10. ഓക്കെ, പ്ലാങ്ക് നിങ്ങൾ 1 മിനിറ്റോ 2 മിനിറ്റോ പരമാവധി ഹോൾഡ് ചെയ്യണം. കോറും ഗ്ലൂട്ടും ടൈറ്റ് ആക്കി വെച്ചിട്ട് നിന്നാൽ മതി. 1 2 3 4 5 6 7 8 9 10. ഓക്കെ ഫ്രണ്ട്സ്, ഞാൻ കുറച്ച് കോർ സ്ട്രെങ്തനിങ്ങിന്റെ 2-3 എക്സസൈസ് ആണ് നിങ്ങൾക്ക് കാണിച്ചു തന്നത്. ഇതിലും ഒരുപാട് എണ്ണം നിങ്ങൾ ആപ്സിന്റെ വർക്കൗട്ടുകൾ ചെയ്യുന്നതായിരിക്കാം. ഇതും നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമ്മുടെ മെയിൻ ഉദ്ദേശം ആപ്സിലെ ഫാറ്റ് പോവാന്നല്ല, നമ്മുടെ ആപ്സിലെ മസിൽസിനെ നമ്മൾ സ്ട്രെങ്ത് ആക്കി കൊണ്ടുവരികയാണ് വേണ്ടത്. ഓക്കെ, ഇതുപോലത്തെ വെയിറ്റ് ലോസിന്റെ മോർ ടിപ്സ് ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരെ ബൈ.